എല്ലാവർക്കും ഒരിക്കൽ കൂടി മരിയാസ് റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുഖിയൻ്റെ റെസിപ്പിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും പെർഫെക്റ്റും ആയിട്ടുള്ള സുഖിയൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സുഖിയന് വേണ്ടിയിട്ട് 250 മില്ലിയുടെ കപ്പിൽ 1 കപ്പ് ചെറുപയർ ഇവിടെ എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഒരു 3-4 മണിക്കൂർ ഇതുപോലെ കുതിരാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ചെറുപയറൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനിയൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കറിൽ ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇത് തീ കുറച്ച് ഇട്ട് വയ്ക്കുന്നുണ്ട്. സുഖിയന് വേണ്ടിയിട്ട് ചെറുപയർ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം വേവിച്ചെടുക്കാൻ. ഞാനിവിടെ ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റി ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറുപയർ ഇതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലെയൊന്ന് പൊടിഞ്ഞു വരണം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ഒഴിവാക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ആദ്യമോ അവസാനമോ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നെയ്യുടെ ആ മണം അങ്ങ് മാറി നല്ല ടേസ്റ്റ് മാത്രമായിട്ട് കിട്ടും. നെയ്യ് ചൂടായി വരുമ്പോൾ പാനിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ശർക്കരപ്പാനി ചേർക്കുമ്പോൾ നല്ല മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാത്തവർ കുറച്ച് അളവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ശർക്കരപ്പാനിയും തേങ്ങയും കൂടെയുള്ള കൂട്ട് റെഡിയായി വന്നപ്പോൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചെറുപയർ വേവിച്ച് വന്നപ്പോഴേക്ക് 2 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1-2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോകരുത്. കറിക്കൊന്നും ചേർക്കുന്നത് പോലെ ചേർത്ത് കൊടുത്തേക്കരുത്. ഇനി കുറച്ച് സമയം തീ കൂട്ടിയിട്ട് ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റി വരുന്ന സമയമാകുമ്പോഴേക്ക് തീ കുറച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് കുറച്ച് പയറൊക്കെ നമുക്ക് ഈ സ്പൂൺ ഉപയോഗിച്ചൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. കുറച്ച് പയർ പൊടിഞ്ഞു കിട്ടിയെങ്കിൽ മാത്രമേ ഇത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ. വെള്ളം വറ്റി വരുന്ന സമയത്ത് 2-3 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ചെറുപയറിലെ വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം തണുക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. കൈകൊണ്ട് തൊടാവുന്ന ചൂടാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ കൂട്ട് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലിത് ഉരുട്ടിയെടുക്കാം. ചായക്കടയിലൊക്കെ കിട്ടുന്ന സുഖിയനാണെങ്കിൽ കുറച്ച് വലുപ്പത്തിലാണ് കിട്ടുന്നത്. ഞാനിവിടെ കുറച്ച് വലിപ്പം കുറച്ചാണ് ഉരുട്ടിയെടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ടെങ്കിൽ 10-11 സുഖിയൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചെറുപയർ കൊണ്ട് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി എണ്ണയിലിട്ടാലൊന്നും പൊട്ടിപ്പോകുകയില്ല. അടുത്തതായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 3/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൈദ എടുത്തിരിക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇവിടെ വെള്ളവും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അളവിൽ ചിലപ്പോൾ കുറേശ്ശെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടിയും കൂടി ഇട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സുഖിയൻ്റെ കോട്ടിങ്ങിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറുപയറിൻ്റെ ഓരോ ബോളായിട്ട് ഈ ബാറ്ററിലൊന്ന് മുക്കിയതിന് ശേഷം ചൂടായ എണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം സുഖിയൻ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഈ പുറം ഭാഗത്തെ കോട്ടിംഗ് ഒക്കെ റെഡിയായി വരുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഓൾറെഡി ഇതിലെ ചേരുവകളെല്ലാം വെന്തതാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടുണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് എണ്ണ കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എപ്പോഴും സുഖിയൻ ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സുഖിയൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.